പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം. സൂറത്തു ആലു ഇമ്രാനിലെ 92-ാമത്തെ വചനായിട്ടാണ് ഞാൻ നിങ്ങളെടുത്ത് വന്നിട്ടുള്ളത്. എന്തപ്പോ അതിലും മാഷെ ഇത്ര ഉള്ളത് എന്ന് ചോദിച്ചാൽ ഞാൻ ആ വചനം ഒന്ന് വായിക്കട്ടെ ആദ്യം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖു മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. ഇതിന്റെ നിലവിലുള്ള അർത്ഥം നമുക്കറിയാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്തോ, അതായത് സമ്പത്ത് ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗുരുനാഥന്മാരും പണ്ഡിതന്മാരും ജ്ഞാനികളൊക്കെ, പ്രത്യേകിച്ച് റമദാൻ മാസത്തിലാണ് ഈ ആയത്ത് അധികവും ഞങ്ങളൊക്കെ ഓതിയിരുന്നത്. കാരണം ആളുകളിൽ പൈസ ചെലവഴിക്കാനുള്ള ഒരു ആഗ്രഹവും അതിൽ താല്പര്യം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സമ്പത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം കിട്ടൂല എന്നാണ്. ഞാനിപ്പോ അത് വിമർശിക്കാനൊന്നും അല്ല ഇപ്പൊ ഞാൻ പറയുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. കുറച്ച് പൈസയൊക്കെ ആളുകൾക്ക് കിട്ടുന്നത് നല്ലതാണ്. അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തൊന്നും പാടില്ല. ഒരു സഹോദരൻ ഇങ്ങനെ ചോദിച്ചത്ര എൻ്റെ മറ്റൊരു സഹോദരനോട്, ഈ മാഷ് പൈസ ചെലവഴിക്കുന്നതിനെ കുറിച്ച് അധികം ക്ലാസ്സുകൾ എടുക്കണ കണ്ടിട്ടില്ലല്ലോ. ആളുകളെ സഹായിക്കാൻ, ആളുകൾക്ക് ധനമെത്തിക്കാൻ പറയുന്ന പ്രേരിപ്പിക്കുന്ന ക്ലാസ്സുകൾ അധികവും മാഷത്തില്ല. മാഷ് അധികവും ആളുകളെ സംസ്കരിക്കാനും ശുദ്ധീകരിക്കാനുള്ള ക്ലാസ്സുകളാണ് അധികം എടുക്കാറുള്ളത്. ആ രീതിയിലാണ് അദ്ദേഹം ഖുർആൻ വായിക്കാറുള്ളത് എന്നൊരു ആക്ഷേപമായിട്ടൊരു സഹോദരൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ നമ്മളൊരു വൃക്ഷത്തോട് ചെന്നിട്ട് കായ്ക്കനികൾ തരൂ തരൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. മാമ്പഴം തരൂ വൃക്ഷമേ, അല്ലെങ്കിൽ മാമ്പഴം ജനങ്ങൾക്ക് കൊടുക്കുന്നു ഒരു മാവിനോട് പറയേണ്ട ആവശ്യമില്ല. ആ മാവിനെ നട്ട് നനച്ച് വളർത്തി അതിനു വേണ്ട വെള്ളവും വളവും കൊടുത്ത് അതിനെ വളർത്തി അതിൻ്റെ കതിറെത്തിയാൽ അത് നമ്മൾ പറയാതെ തന്നെ അതിൻ്റെ അടിയിൽ ഇതൊക്കെ ചെയ്താൽ അത് കൊടുത്തുകൊള്ളും, കണക്കില്ലാതെ കൊടുത്തുകൊള്ളും. ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു കാര്യം. എത്ര സിമ്പിളാണ് കാര്യം എന്നറിയോ. അവനിൽ ഒരു റഹ്മാനിയത്തിനെ എത്തിച്ച് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ പറയണത്. ആ റഹ്മാനിയത്ത് ഒരു മനുഷ്യന്റെ ഉള്ളിലേക്കൊന്ന് എത്തിച്ച് കിട്ടിയാൽ പിന്നെ അവന് അയൽവാസിക്ക് 500 റുപ്യ കൊടുക്കാൻ പറയണ്ട. കുട്ടിനെ കെട്ടിക്കാൻ ബുദ്ധിമുട്ടുമ്പോ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയണ്ട. ആശുപത്രിയിലേക്ക് പോയിട്ട് മരുന്ന് വാങ്ങാൻ കാശില്ലാതെ ബുദ്ധിമുട്ടുമ്പോ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ എന്തെങ്കിലും എടുത്തു കൊടുക്കുമെന്ന് പറയണ്ട. എവിടെയാണ് ഖുർആൻ ചികിത്സിക്കുന്നത് എന്ന് എൻ്റെ ആ പറഞ്ഞ സഹോദരന് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചികിത്സ എവിടെയാണ് ഖുർആൻ നടത്തുന്നത് എന്ന് അതൊന്ന് വിശദീകരിക്കുക. അത് അത്ര പ്രസക്തമായ ക്ലാസ് ഒന്നും അല്ല, എന്നാ പ്രസക്താണ് ആണ് താനും. എന്നെ സംബന്ധിച്ച് ഈ വചനം ഏറ്റവും വലിയ പ്രസക്തമായ ഒരു വചനാണത്. പക്ഷെ ഇതിൽ വിവാദങ്ങളൊന്നുമില്ല, ആക്ഷേപങ്ങളൊന്നുമില്ല, ഇതിനെ വിമർശിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെന്താ അതിൽ പറയാനെന്ന് വെച്ചാൽ, അങ്ങനെ വിമർശിക്കുന്നില്ല ആളുകളെന്ന് വിചാരിച്ചിട്ട് അതിന്റെ ആശയം കുറവാണെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. വിശാലമായ അർത്ഥതലങ്ങളാണ് അതിന് തരുന്നത്. ലൻ തനാലുൽ ബിർറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ബയാനും റുയത്തിലും എത്തിപ്പെടാൻ കഴിയില്ല എന്നാണ്. ഈ ആത്മീയാന്വേഷണത്തിന്റെ വ്യക്തമായ ആ കാഴ്ചപ്പാടിലേക്ക്, അവിടേക്ക് നിങ്ങൾക്ക് അത് പുണ്യം എന്ന് പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. റബ്ബ് തിരിച്ചു വായിക്കുമ്പോഴാണ് ബർറ് എന്ന് കിട്ടുക, കരയിലേക്ക് എത്തുക എന്നല്ല. ഒരു മനുഷ്യൻ കരയിലേക്ക്, ഖുർആൻ ബർറിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഹുറുമിലായിരിക്കുമ്പോൾ സയ്യിദുൽ ബർറ് നിങ്ങൾക്കിപ്പോ തടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഖാസായ ചില ആളുകൾക്ക് മാത്രമുള്ളതാണ്. പ്രത്യേകമുള്ള ആളുകൾക്ക് മാത്രമേ ഇപ്പൊ അവിടെ അനുവാദമുള്ളൂ അവിടുന്ന് വിജ്ഞാനത്തെ സയ്യിദ് ചെയ്യാൻ, വേട്ടയാടി തന്നിലേക്ക് കൊണ്ടുവരാൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ മൃഗത്തെയോ വേട്ടയാടുന്നത്, കരയിൽ മൃഗത്തെ വേട്ടയാടുന്നത് നിങ്ങൾക്ക് ഹറാമാക്കിക്കണമെന്നല്ല.
ഡോക്ടറേറ്റ് എടുക്കണമെങ്കിലും അത് ചില പ്രത്യേക ആളുകൾക്ക് അവിടേക്ക് എത്തിയ ആളുകൾക്കേ പറ്റുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് അതിപ്പോ മുഹറമാണ്, അത് അവിടെ പോട്ടെ, അത് അവിടേക്ക് ഇപ്പൊ പോണില്ല. അപ്പൊ റബ്ബ് ആണ് ബർറ് എന്നൊക്കെ വരുന്നത്. ഈ റബ്ബാണ് അവനെ ബിറിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബിറിലേക്ക് എത്തണമെങ്കിൽ ഹത്താ തുംഫിക്കു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്തോ അത് നിങ്ങൾ ചിലവഴിക്കണം. നമുക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ്? നിങ്ങളൊന്ന് പറഞ്ഞാണ് എൻ്റെ സഹോദരങ്ങൾ. ഒരു മുഅ്മിനെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടം ഏതിനോടാണ്? ഏറ്റവും പ്രണയം ഏതിനോടാ തോന്നുന്നത്? ആരോടാ തോന്നേണ്ടത്? അവന്റെ പ്രണയിനി ആരാണ്? ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും ആരാണെന്ന്. അള്ളാഹുവാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, അല്ലേ? അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അല്ലേ? അങ്ങനെയല്ലേ ഖുർആൻ മറ്റൊരായത്തിൽ പറയണത്? അല്ലെങ്കിൽ അല്ലാന്ന് പറയണം. പറയാപ്പോ നിങ്ങൾക്ക് നിവൃത്തില്ല എന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങളുടെ മനസ്സിലെങ്കിലും അങ്ങനെ പറയണം. അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഖുർആനിൽ. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അവൻ അവരെ സ്നേഹിക്കുന്നു. അവർ, സ്നേഹം എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ അപ്പുറത്തെ വാക്കാണ് അതിന് ഉപയോഗിക്കേണ്ടത്. അവർ അവനെയും സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു എന്നാണ് പറയണത്. എന്താണ് അപ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? മോമിനെ സംബന്ധിച്ച്. കാഫർ, മറ്റേത് സുയ്യിന ലിന്നാസിയാണ്. അന്നാസിനാണ് ഷഹവാത്തും പിന്നെ ലഹബും ഫില്ലത്തും കനാത്തിറുൽ മുക്കന്തറത്തും ഒക്കെ അന്നാസിനെ സംബന്ധിച്ചാണ് അവർക്ക് പ്രിയം. അതാണ് സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്ത്. അവർ ഈമാനിലെ മോമിൻ എന്ന തലത്തിലേക്ക് അവർ എത്തിയിട്ടില്ല, ആ അന്നാസ്. എന്നാൽ മോമിൻ എന്ന തലത്തിലേക്ക് എത്തിയ ആളുകൾക്ക് ഈ പറഞ്ഞ ദഹബിനോടും ഫില്ലത്തിനോടും ഫുലൂസിനോടും റൂപ്പിയനോടും ദറാഹിമുകളോടും ദീനാറുകളോടും ഒക്കെയാണോ പ്രിയം? അല്ലല്ലോ. അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയം എന്തിനോടാണ്? ഏറ്റവും വലിയ പ്രണയം എന്തിനോടാണ്? ഏറ്റവും വലിയ സ്നേഹം എന്തിനോടാണ്? അള്ളാഹുവിനോട്. അപ്പൊ അവരേതിനെ ചെലവഴിക്കേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? അതാണ്. അപ്പൊ നമ്മൾ ചിലവഴിക്കേണ്ടത് എന്താണ്? അള്ളാഹുവിനെയാണ് നമ്മൾ ചിലവഴിക്കേണ്ടത്. അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ എൻ്റെ ഈ ക്ലാസ് ആദ്യം കേൾക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു ബേജാറുണ്ടാവും, വിഷമുണ്ടാവും. എന്താപ്പോ ഈ മാഷ് പറയണ, അള്ളാഹിനിപ്പോ എങ്ങനെ ചെലവഴിക്കാം? അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന, റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ നിങ്ങളിലേക്ക് അള്ളാഹുവിനെ വിളിച്ചാലും അർ-റഹ്മാനെ വിളിച്ചാലും ഏത് അവന്റെ ഗുണങ്ങളെ, മറ്റേത് ഗുണങ്ങളെ, നല്ല ഗുണങ്ങളെയും നിങ്ങളിലേക്ക് നിങ്ങൾ വിളിച്ചു കൊണ്ടുവരികയാണെങ്കിലും കുഴപ്പമില്ല. കാരണം എല്ലാ നല്ല ഗുണങ്ങളും അവനുള്ളതാണ് എന്നാണ്. ആ നല്ല ഗുണങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരിക. റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു ഗുണാണ്, റഹ്മത്ത്. ഇനി ആ ഗുണത്തെ നമ്മളിലേക്ക് വിളിക്കുക, നമ്മൾ അതിൽ ജീവിക്കുക, നമ്മളിൽ ആ റഹ്മത്തിലും മുഴുകുക, റഹ്മാനിയത്തിലും നമ്മൾ മുഴുകുക, നമ്മളിലേക്ക് അത് കൊടുക്കുക, ചുറ്റുള്ളവരിലേക്ക് അത് വിനിയോഗിക്കുക. ഇപ്പൊ മനസ്സിലായോ? ഒരു ഉദാഹരണം പറഞ്ഞത്. ഗഫൂർ എന്നുള്ളത് അവന്റെ ഒരു ഗുണമാണ്. 99 ഗുണങ്ങളുണ്ട് അവനെന്നാ പറയണത്. ഖുർആൻ അത്ര എണ്ണം പറഞ്ഞിട്ടില്ലെങ്കിലും, ഖുർആനിൽ അത്ര എണ്ണം ഖുർആനിൽ അള്ളാഹുവിന്റെ അസ്മാകൾ എണ്ണി പറഞ്ഞിട്ടില്ല. കൃത്യമായി ഇപ്പൊ ഞാനത് മറന്നതുകൊണ്ടാണ്, അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൃത്യം ഇത്ര എണ്ണാണെന്ന്. അതിനി എപ്പോഴെങ്കിലും വേറൊരു ക്ലാസ്സിൽ പറയാം. 99 എന്തായാലും ഇല്ല, 90 ഇല്ല, 80 ഇല്ല, അതിന്റെ താഴെയുള്ളൂ. അപ്പൊ ആ ഗുണങ്ങള് ഇപ്പൊ ഗഫൂർ എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു ഗുണമാണ്, മഗ്ഫിറത്ത്. അപ്പൊ നമ്മള് മഗ്ഫിറത്തിൽ കഴിയുക, നമ്മള് അതിൽ ആറാടുക എന്നൊക്കെ പറയാലോ. നമ്മളത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക് അത് കൊടുക്കുക.
അള്ളാഹു അസ്സലാമാണ്. ഹുവസ്സലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഒരു ഗുണമാണ്. പിന്നെ മൂമിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ, അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. 4 ഗുണങ്ങൾ പാടില്ല നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സലാം എന്ന് പറയുന്നത് അവന്റെ ഒരു ഗുണമാണ്. ആ സലാം നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുക. ശാന്തമായ സമാധാനപൂർണമായ ഒരു ജീവിതം, ഭാരങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ല. ശാന്തമായ ജീവിതം, സമാധാനപൂർണമായ ജീവിതം, അങ്ങനെ ശാന്തമായ ഉറക്കം, ജീവിതവും ഒക്കെ അങ്ങനെ തന്നെ. അത് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളിലേക്കും വിനിയോഗിക്കുക, കൊടുക്കുക. പറയുന്നതിന്റെ ആശയം അത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങളിപ്പോ ഒരു 10,000, 10,000, 25,000, 50,000 രൂപ കൊടുക്കുന്നതും ഇതും തമ്മിലുള്ള മാറ്റം, അത് 50,000 അല്ല പാവം കൊടുക്കുക. 2.5% കൊടുക്കാൻ പറഞ്ഞ ആളോട് ഇത് അവനിലാണ് മാറ്റി അവന് 2.5 അല്ല, അവന് 15, 20 ചിലപ്പോൾ കൊടുക്കുക. എൻ്റെ ഒരു സഹോദരനുണ്ട്, ഈ 2.5 ഒന്നും നോക്കലില്ല. എപ്പോഴും അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ 10% കൊടുക്കാറ്. അത് ഒരു മനസ്സാണത്. അത് നേടിയെടുത്ത ഈ ആത്മീയ വായനയിലൂടെ കടന്നുപോയപ്പോ ഒരു നേടിയെടുത്ത മനസ്സാണത്. ആ മനസ്സിന്റെ നന്മയാണത്. അത് നമ്മൾ പറയണത് അതാണ്. മൂമിൻ അമ്ന് കൊടുക്കുക. അമ്നിനെ നമ്മളിലേക്ക് വിളിക്കുക. മൂമിനെ നമ്മളിലേക്ക് വിളിക്കുക. എന്നിട്ട് നമ്മൾ അമ്നിൽ ജീവിക്കുക. നിർഭയത്വത്തിന്റെ, വളരെ ശാന്തിയുടെ തീരത്ത് നമ്മൾ ജീവിക്കുക. ആ അമ്ന് ചുറ്റുപാടുള്ള ആളുകൾക്ക് കൊടുക്കുക. ഇനി ഞാൻ പറയണം, ഇത്ര പറഞ്ഞാൽ പോരെ? ഇത്ര പറഞ്ഞതിൽ നിന്ന് തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യം. അതാണ് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. അപ്പൊ മോമിനീങ്ങൾക്ക് എന്താണ് ഇഷ്ടം? മോമിനീങ്ങൾ ആരെയാണ് പ്രണയിക്കുന്നത് എന്ന് 2 വചനങ്ങളെടുത്ത് ഞാൻ പറഞ്ഞു. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു എന്നും വല്ലദീന ആമനു അശദ്ദു ഹുബ്ബലില്ല എന്നും പറഞ്ഞു. ഇതിൽ നിന്ന് അപ്പോ ഞാനൊക്കെ പറഞ്ഞിരുന്നത് ഈ ആയത്ത് വായിച്ചിട്ട് റമദാൻ മാസത്തില് പിന്നെ ഖുതുബ പറയുമ്പോ പിരിവ് കൊടുക്കണം, കായ് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്ന ആ ഒരു കാലഘട്ടം കഴിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വിശാലമായ, അതിവിശാലമായ ഒരു ആശയമാണ് ലോകത്തിന് ഈ വചനം കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പൊതുവായ മറ്റു ക്ലാസ്സുകളൊക്കെ നടക്കുന്നതിനിടയിൽ ഒരു ക്ലാസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എൻ്റെ സഹോദരൻ, ആ പറഞ്ഞ സഹോദരൻ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആളുകളെ സഹായിക്കാനും അവരുടെ വേദന അറിയാനും പറയുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതിൻ്റെ അപ്പുറത്തുള്ള ആശയമാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് എൻ്റെ സഹോദരൻ തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സലാം.